ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോർച്ച, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ നിറയ്ക്കട്ടെ. ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം കൊണ്ട് തൃപ്തി വരുത്തട്ടെ. യേശുവിനെ ആശ്രയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ വീഡിയോ ഉണ്ടാക്കാനിരുന്നപ്പോൾ ഓരോരുത്തർ കൊന്നില്ലേ, കൊച്ചിനെ കിണറ്റിലിട്ട് കൊന്നു, വടിവാളും കൊണ്ട് മന്ത്രവാദി വന്നു. ദൈവമേ, ഇങ്ങനത്തെ ആചാരം അനുഷ്ഠാനം പൊട്ടത്തരങ്ങളിലൊക്കെ വിശ്വസിക്കാണ്ടിരിക്കട്ടെ. നമ്മുടെ പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നോ? ഇപ്പം അങ്ങനെ ഒന്നും അല്ല. ദൈവം എന്ന് പറയുന്നത് നമ്മൾ പറയണ പോലെ അല്ല. ദൈവത്തേട്ടുള്ള വഴി എന്ന് പറയുന്നത് യേശുവാണ്. ആ യേശു എന്ന് പറയുന്നത് വചനാണ്. യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഉടമയായാലാണ് ദൈവത്തിലെത്താൻ പറ്റുള്ളൂ. ആ ദൈവത്തിൻ്റെ സ്വഭാവമായാലാണ് നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവം പറയാമെന്നാണ് യേശു. അപ്പോൾ യേശു ആകുന്ന വഴി എല്ലാവരെയും സ്നേഹിക്കുക. ഞാനിപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ പ്രേയറിന് പോയപ്പോൾ അവിടെ പറയാം, സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുക. കല്ലെറിഞ്ഞപ്പോൾ ഓരോ കല്ല് വീണപ്പോൾ സ്റ്റെഫാനോസ് പ്രാർത്ഥിച്ച് എങ്ങനെയാണ് യേശുവിനെ പോലെ പ്രാർത്ഥിച്ചു, ഈ പാപം ഇവർക്ക് നിൽക്കരുതേന്ന്. നമ്മൾ മറ്റുള്ള മനുഷ്യരാണെങ്കിലും അയ്യോ എവനോട് ദൈവമേ അങ്ങ് ചോദിക്കണേ, എവനോട് ചോദിക്കണേ, അവൻ്റെ എങ്ങനെയൊക്കെയല്ലേ ആൾക്കാരിരുന്ന വേദന വരുന്നോറും പ്രാകണയിരുന്ന. പക്ഷേ സ്റ്റെഫാനോസ് പ്രാർത്ഥിച്ചിട്ട് യേശുപ്പം പ്രാർത്ഥിച്ച പോലെ കഴിഞ്ഞ് സ്റ്റെഫാനോസ് മേലോട്ട് ഇപ്പോൾ യേശു എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാൻ നിൽക്കുന്ന കാഴ്ച കണ്ടു. യേശുവിനെ പോലെയായി സ്റ്റെഫാനോസ്. നമ്മളും അങ്ങനെ യേശുവിനെ പോലെ ആകട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. ഈ വചനമൊക്കെ അനുഗ്രഹമാകട്ടെ കേട്ടോ. ചുമ്മാ പൊട്ടത്തരങ്ങളിലൊക്കെ പോകരുതട്ടോ. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലാണ്ട് ആരും മക്കളെയൊക്കെ ദൈവത്തിലെ ഭയപ്പെട്ട് വളർത്തിയില്ലെങ്കിൽ കഞ്ചാവും കള്ളുവോ ഇന്നത്തെ ലോകം. അപ്പോൾ കുഞ്ഞിലേ മുതൽ യേശുവിനെ വളർത്തുക. യേശു എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ മേക്കിങ്ങാണ്. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. അപ്പോൾ തിന്മയ്ക്ക് തിന്മയല്ല ചെയ്യണ്ടേ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്തു കൊടുക്കണം അവർക്ക്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ആമീൻ ആമീൻ. നിങ്ങൾക്കൊക്കെ സർവ്വ നന്മയുണ്ടാകട്ടെ. അപ്പോൾ ഞാൻ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടായാലാണ് എനിക്കും ഇത് നന്മയായിട്ട് മാറുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളെ ഭരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗീവവേയുടെ കാര്യം പറയട്ടെ. ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നമ്മളിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ പോരെ. അപ്പം നിങ്ങളെ നോക്കി ഗിഫ്റ്റ് വോച്ചർ ഇരിക്കണോ. അതുകൂടാണ്ട് പിന്നെ ഇത് രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ സെയിം പോലെ അപ്പോൾ ഡയമണ്ട് റിങ് കിട്ടും. അതുകൂടാണ്ട് പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ കഥാൻ സാരി ആട്ടോ. ഞാൻ ഓർക്കോട്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരുക്കിയത് എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ മോളെയാണ്. ഒറിജിനൽ ഇങ്ങനത്തെ സാരി 18,000 രൂപയുടെ. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ദൈവം അതും ഇതുകൂടെ കണ്ട ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റൂല. ഇതിന് 2,990 അല്ലേ? 2,999. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റില്ല. അതുപോലെ സെയിം. ഇപ്പം സാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, സ്വർണം മേടിക്കുന്ന പറയുമ്പോൾ സ്വർണ്ണം ഒരു അസറ്റാണ്. ഒരേ ദിവസം വില കൂടുക. സാരി എന്ന് പറയുമ്പോൾ നമുക്കിടെ 1 2 കൊടുത്തു പിന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പോൾ വില കുറഞ്ഞ സാരികളിലേക്കൊക്കെ ഇനി ഈ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇറങ്ങി ഒരു 2-3 വർഷത്തിനുള്ളിൽ ഫുള്ള് വില കുറഞ്ഞ സാരിയിലേക്കാവും ആൾക്കാർ. പുറത്തുള്ള രാജ്യത്തിലെ പോലെ യൂസ് ആൻഡ് ത്രോ ഒക്കെ പോലെ ആകും. അല്ല എന്താപ്പി എടുത്തായിരുന്നു സാരി. ഇത് ഭംഗിയാന്നറിയാം. ഇതെൻ്റെ ഫ്രണ്ട് കൊടുത്തു. അയ്യോ ഇത് രസമായിരുന്നു, അടിപൊളിയാട്ടോ. 2990. ഇത് ഉടുത്ത കൊച്ചിൻ്റെ പടയിടില്ലേ, ഇത് ഉടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൊച്ച് മോഡലിംഗ് ഒക്കെ ചെയ്യണ കൊച്ചാണ്, നമ്മുടെ നല്ല കസ്റ്റമറാണ്. അപ്പോൾ ഞാൻ സാരി കൊടുത്ത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ കൊടുത്തുള്ള വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടാട്ടോ. ഞാൻ കൊച്ച് ഇതൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിരുന്നു. 2,990. ഇത് സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് ഒക്കെ ഇട്ടാൽ പിള്ളേർക്കൊക്കെ, ന്യൂജൻ പിള്ളേർക്കൊക്കെ ഈ ട്രഡീഷണൽ കാഞ്ചീപുരം ഫംഗ്ഷൻ കനവുമില്ല, ഈ വിലയുള്ളൂ. എന്ത് വിട്ടിതപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാരി ഉള്ളപ്പോൾ ഈ ഒറിജിനൽ കാഞ്ചീപുരത്തിയിട്ടൊക്കെ പോയി അത് ആ 25,000 രൂപ 20,000 രൂപ ഒക്കെ എല്ലാത്തിനും 2 ഗ്രാം 2.5 ഗ്രാം 2-3 ഗ്രാം സ്വർണം മേടിക്കാം.
അപ്പോൾ എല്ലാവരോടും ഇപ്പോൾ സ്വർണ്ണം മേടിക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ പോലെ നല്ല ഇതാട്ടോ, ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അടിപൊളി ഫേസ് ചാർട്ട് സോഫ്റ്റ് സിൽക്കിൽ, അടിപൊളി സിൽക്ക് കേട്ടോ. ഇത് തന്നെയല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞ മെറ്റീരിയൽ കാണിച്ചതല്ലേ? നല്ലൊരു മെറ്റീരിയലാട്ടോ, നല്ലൊരു സോഫ്റ്റ്, നെല്ലും അടിക്കില്ല, നല്ല ഡോള സിൽക്ക് എന്ന് അങ്ങനെ ഏതാണ്ട് ഇതിൻ്റെ പേര് പറഞ്ഞതെന്ന് തോന്നുന്നു. അതിൽ അപ്പടി എംബ്രോയ്ഡറി, ഫുൾ എംബ്രോയ്ഡറി കേട്ടോ. ഇതെത്രയാണ്? ഇതിന് ആ വിലയാണോ? അയ്യോ, ഇതിന് വില കുറവാട്ടോ, 2399 രൂപയുള്ളൂ. ബ്ലൗസും ആ ബ്ലൗസ് അകത്തൊരു ബുട്ട ഡിസൈനാണേ. ഇതാട്ടോ ബ്ലൗസിൽ ബുട്ട മാത്രമുള്ളേ. നല്ല പേസ്റ്റ് കളർ കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. നല്ല സാരി കാണുമ്പോൾ എടുത്തു വെച്ചോ, നമുക്ക് ഫങ്ഷൻ അത് അന്വേഷിക്കുമ്പോഴൊന്നും കിട്ടില്ല. സാരി ഡ്രസ്സൊക്കെ ഇഷ്ടം മനസ്സിന് തോന്നുമ്പോൾ എനിക്ക് പണ്ട് അങ്ങനെയായിരുന്നു. ഏത് നല്ലത് വരുമ്പോഴേക്കും അത് എടുക്കണം. പക്ഷെ ഞാൻ വിചാരിക്കണേല പെട്ടെന്ന് കസ്റ്റമർ എടുക്കും. അന്നേരം എനിക്കൊന്നും നല്ലത് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ 2 കൽപ്പിച്ച് ചാടി എടുക്കും, എനിക്ക് ഇഷ്ടമുള്ളത് കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അത് തന്നെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും. നല്ല കളർ ചാർട്ടുകളാണ്. ചൂടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ AC ഇട്ടിട്ടാണോന്ന് അറിയാൻ പാടില്ല, ചൂടൊന്നുമില്ല. ഈ സാരിക്കൊന്നും ചൂടില്ല, നല്ല കൂളിങ്. അതാണ് ഇപ്പോഴത്തെ എനിക്കറിയാൻ പാടില്ല. ഇത് മെറ്റീരിയലിനൊക്കെ പണ്ടൊക്കെ അങ്ങനെ കാഞ്ചീപുരത്തിനൊക്കെ കൊടുത്താലുള്ള ചൂട് പോലും ഇല്ല. നല്ല കളർ ചാർട്ടുകളാണ് കേട്ടോ. അടിപൊളി ചാർട്ടാണ്, പെട്ടെന്ന് എടുത്തു. ഒരു ലിനൻ സാരി ആട്ടോ, ഒരു വെറൈറ്റി ലിനൻ സാരി. സാധാ കാണിക്കുന്ന ലിനൻ സാരിയിലും ഇച്ചിരി ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ബോർഡറൊക്കെ കണ്ടോ? അല്ല, ബോർഡറും ഉള്ളൊക്കെ കണ്ടോ? 1399. ബ്ലൗസ് പീസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്ലെയിനാ, ബ്ലൗസ് പ്ലെയിനാട്ടോ. നല്ലൊരു സാരി. ഇങ്ങനെ ഇപ്പുറമൊക്കെ ഇങ്ങനെയാണോ? ഉള്ളക്കതി ഇങ്ങനെ മഞ്ഞയും പച്ചയും റെഡ് കണ്ടല്ലോ, വെറൈറ്റിയാണ്. ലിനൻ, പ്യുവർ ലിനൻ സാരിയാ. അപ്പം ലിനൻ സാരി ഉടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഗ്രാൻഡ്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നല്ലൊരു 1399. ഇതിൻ്റെ തന്നെ വേറെ ഒരു ബ്ലാക്കിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് 1399. നല്ല സാരിയല്ലേ? എല്ലാം പെട്ടെന്ന് എടുത്തോട്ടോ. എല്ലാം ഇപ്പം ഇങ്ങനെ നല്ല സാധനങ്ങൾ കിട്ടുന്നതാണ്. ഈ മാർച്ച് സാധനമാകണ വരെ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. ഫങ്ഷനുകളൊക്കെ മെയിൻ വരുമ്പോഴാണ്, അതിന് മുമ്പാണല്ല. ഇത് കണ്ടോ, വൈറ്റ് കളറിൽ അരികത്ത് ബനാറസിൻ്റെ സോഫ്റ്റ് സിൽക്ക് സാരി. വലിയ വിലയില്ല. എന്നാൽ ഈ വൈറ്റിൽ ഈ കോമ്പിനേഷൻ ആയത് കാരണം സൂപ്പറാണ്. ബ്ലൗസ് പീസ് ഇതിങ്ങനെ ഇത് നമുക്കിങ്ങനെ ഉടുക്കുമ്പോഴായാലും ഇങ്ങനെ കളർ കോൺട്രാസ്റ്റ് ആയത് കാരണം ഭയങ്കര ലുക്കാട്ടോ. 1599. നല്ല സാരി കേട്ടോ, ബനാറസിൻ്റെ സിൽക്ക് ബനാറസ്. സൂപ്പർ സാരി. ഉണ്ടല്ലോ അല്ലേ? നല്ല കനവുമില്ല. ബനാറസിൻ്റെ ഒരു ഗുണം, ബനാറസ് നമുക്ക് ഉടുക്കുമ്പോൾ നമുക്ക് വില കുറഞ്ഞത് വില കൂടിയതെന്നില്ല. 1500 ആയാലും ഫങ്ഷന് ബനാറസ് സാരിയാണ്. 15,000, 20,000 ഉണ്ട്, 1500 ഉണ്ട്. ആ ഒരു ലുക്കിന് ഭയങ്കര ലുക്കാട്ടോ. ഞാൻ ബനാറസിൻ്റെ ചുരിദാർ, ബനാറസിൻ്റെ സാരിയുടെ ആളാട്ടോ. അത് ന്യൂജനിന് നമുക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇന്നലെ എൻ്റെ ഒരു ബനാറസിൻ്റെ ഒരു പച്ച കൂടിയ മഞ്ഞയുടെ സാരി കുഞ്ഞു എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കുഞ്ഞുവിനെങ്കിൽ ഒത്തിരി സാരി ഇരിക്കുക. കുഞ്ഞുവിന് അത് തന്നെ ബനാറസിൻ്റെ വേണം ഞാൻ. എന്നിട്ട് മജന്ത ബ്ലൗസ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. സ്ലീവ്ലെസ് മജന്ത ഇട്ട് വെച്ച് നോക്കിയിട്ട് നല്ല രസം അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബനാറസ് ആകുമ്പോൾ ഇപ്പോൾ ഒരു അതാ പറഞ്ഞാൽ പുതിയ കുഞ്ഞൊന്ന് സാരി കൊടുക്കണം ആളേ അല്ലായിരുന്നു. വിരിപ്പാവ് സാരി ഉടുപ്പിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ വിരിപ്പാവ് സാരി ഉടുക്കൂല, 1 മിനിറ്റും അല്ല ഉടുക്കുള്ളൂ, ഞാൻ ഇട്ടുകൊണ്ടിരിക്കണം, ഫ്രോക്ക് ഇട്ടുകൊണ്ടേ കല്യാണത്തിന് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ്
അവസാനം വിരിപ്പാവ് സാരി ഉടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാരണം ഞാൻ വെച്ചാൽ മുല്ലപ്പൂവൊക്കെ പിടിച്ചായിരുന്നു. മുല്ലപ്പൂവൊക്കെ ഞാൻ പെട്ടെന്ന് മുടി ഉരുട്ടിക്കെട്ടി മുല്ലപ്പൂ വെച്ച് നല്ലൊരു മാലയൊക്കെ ഇട്ട്. അപ്പോൾ കുഞ്ഞൂനിപ്പോൾ അത് മതി. നല്ല ഒറിജിനൽ കോട്ടയാട്ടോ, കോട്ട ചെക്കിൽ ഫുൾ ഇങ്ങനെ വർക്കാട്ടോ, ഫുൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ വർക്ക്. ബ്ലൗസ് പ്ലെയിൻ, നല്ല സാരി ആട്ടോ. എത്രയാ? 1499 ഉള്ളൂ കേട്ടോ. ഇത് നല്ല സാരി ആട്ടോ. ഇതിൻ്റെ ഒന്നും ഫാഷൻ ഒരു കാലത്തും പോകില്ല കേട്ടോ. ഇതെന്നും കുന്നും ഫാഷനുള്ള സംഭവം ആട്ടോ. 1499. ലോകം അവസാനിക്കാറായോന്നൊരു സംശയമുണ്ട് കേട്ടോ. അല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല. ഇപ്പം വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടെ, ഇത്രയും വിവരം ഉണ്ടായി. ഇപ്പം നമ്മൾ ടി വി ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഇപ്പോഴും മന്ത്രവാദവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടത്തരങ്ങളിലൊക്കെ ഇപ്പം എങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അപ്പം ലോകം അവസാനിക്കാറാകുമ്പോൾ ഈ പിശാചൊക്കെ ഇളകി ഇങ്ങനെയൊക്കെ വരും എന്നൊക്കെയല്ലേ പറയണേ. അപ്പോൾ എങ്ങാനും ലോകം അവസാനിച്ചാൽ യേശുവിൻ്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ യേശു യേശു എന്ന് വിളിക്കുമ്പോൾ ഞാൻ നിന്നെ അറിയില്ല, നീ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം തീർന്നു. നമ്മുടെ യേശുവിനെ അറിയാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ ദൈവം എന്നോട് പറയണേ. എന്നോട് പറഞ്ഞ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ നന്നാക്കിയാലല്ലേ എനിക്ക് കാര്യമുള്ളൂ. നിങ്ങളെല്ലാവരും യേശുവിനെ അടച്ച് സ്വർഗത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ നിന്നിട്ട് യേശു യേശു എന്ന് വിളിക്കുമ്പോൾ എന്നെ കയറ്റി പറഞ്ഞെങ്കിൽ ഞാൻ യേശുവിനെ അറിയാം. നല്ല കളർ കോമ്പിനേഷൻ അല്ല എല്ലാം. ഒത്തിരി വെറൈറ്റി സ്വർണം വന്നിട്ടുണ്ട് കേട്ടോ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. ഇപ്പോഴാണ് ഞാൻ ഓഗസ്റ്റിൽ എക്സിബിഷന് പോയതിൻ്റെയൊക്കെ സംഭവങ്ങൾ എത്തണത്. എൻ്റെ പോലെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ എന്തൊരു ഭംഗിയുള്ള സംഭവമാണ്. നല്ല രസമുള്ളത്. നല്ല കളേഴ്സേ. അടിപൊളി സംഭവം, അടിപൊളി, സൂപ്പർ. ഇനി ഒരു ബാന്തിനി സാരി ആട്ടോ, സോഫ്റ്റ് സിൽക്കിൽ നല്ലൊരു ബാന്തിനി. ഇതുപോലത്തെ സോഫ്റ്റ് ആട്ടോ. ഇതിങ്ങനെ പതുപതുന്ന അതിൽ ബാന്തിനി ഡിസൈനും നല്ല രസം കേട്ടോ. നല്ല രസമുള്ളൊരു ഇതുണ്ടല്ലോ, നല്ല ഗ്രീനിൽ. ഇതിൽ നോക്കിക്കേ, യെല്ലോ. ഇതിങ്ങനെ മിററും വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡ്. ഭയങ്കര രസമുള്ള ഒരു സാരി. എത്രയാണ് റേറ്റ്? 1399 ഉള്ളൂ. നല്ല ഭംഗിയുള്ള സാരിയല്ലേ. ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ് വേണേ. അതിന് കൂടാണ്ട് നമ്മൾ പണ്ട് പൈപ്പിങ് അടിക്കില്ലേ, നീ അതുപോലെ പൈപ്പിങ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കണ്ട് ടോയിൻ വെച്ചിട്ടുള്ള പൈപ്പിങ്. ടോയിൻ വെച്ചുള്ള പൈപ്പിങ്ങും സാരിയുടെ അരികത്ത് അപ്പടിയും ടോയിൻ വെച്ചുള്ള പൈപ്പിങ്. ബ്ലൗസ് പീസ് ബാന്തിനി ബ്ലൗസ് പീസ് തന്നെയാണ്. അതിൽ കയ്യേലൊക്കെ ഇങ്ങനെ മെറും കൊടുത്തിട്ടുണ്ട്. 1399 ആട്ടോ. നല്ല രസമുള്ള സാരി കേട്ടോ. ഇതിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇല്ല അല്ലേ. നല്ല കളേഴ്സുമാണ്. നിഴലടിക്കുമെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നിഴലടിക്കില്ല കേട്ടോ. അതെ മുന്തിരി കളറ്. $1399. ബ്ലാക്ക്. ചുമ്മാ ഒരു കാര്യം ഓർപ്പിച്ചിരിച്ചതാട്ടോ. പണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്തെ എൻ്റെ സ്വപ്നലോകം ട്രിവാൻഡ്രം കേട്ടോ. +1 ഞങ്ങൾ സെൻറ്റ് സേവിയേഴ്സ് തുമ്പേല പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്പെൻസർ ജംഗ്ഷനിലായിരുന്നു YWCA ഹോസ്റ്റൽ. അവിടുന്ന് കോളേജ് ബസ് കയറണേ. അപ്പോൾ ടീച്ചേഴ്സ് ഫ്രണ്ടിൽ ഇരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ആർക്കെങ്കിലും ഒന്ന് ഗും ചിരിക്കാൻ. പിന്നെ എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല. പിന്നെ എനിക്കിതാ ഗും. ടീച്ചർമാരൊന്ന് തിരിഞ്ഞു നോക്കും. അപ്പോൾ എന്നെ എല്ലാം അങ്ങനെ പിച്ചിങ്ങനെ അതൊരു സൂക്കേടായിരുന്നു. പിന്നെ കോളേജിൽ കയറുമ്പോൾ ഇവിടെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ ആൺപിള്ളേരെന്തെങ്കിലും കമൻറ്റ് പറയാൻ നോക്കിയിരിക്കില്ലേ. അപ്പോൾ കമൻറ്റ് പറയുമ്പോൾ നമ്മൾ ചിരിക്കാണ്ടിരിക്കണ്ടേ. അവരകലേന്ന് വരുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ യേശു അപ്പം ചിരിക്കരുത്. അവരെന്തെങ്കിലും കമൻറ്റ് പറയണമെന്ന് മുമ്പ് ആദ്യം ചിരിക്കണം ഞാനാ. എനിക്ക് ചിരി കറന്നു തൊഴിൽ. എൻ്റെ പിതാവേ, കല്യാണം കഴിഞ്ഞ് പിന്നെ കരച്ചിലായി.
പിന്നെ എൻ്റെ മോൻ മെഡിസിന് കിട്ടിയിട്ട് ഞാൻ ചിരിച്ചതെന്നാണ് എല്ലാവരും പറയണത്. അയ്യോ, ഒത്തിരി സങ്കടത്തിൽ കിടക്ക് പോയി. യേശുവിനെ അറിയാഞ്ഞിട്ടാട്ടോ. യേശുവിനെ അറിഞ്ഞപ്പോൾ സങ്കടത്തിന് കണ്ണീരിന് പകരം യേശുപ്പൻ ആനന്ദത്തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യാൻ മതിയായവൻ എൻ്റെ യേശുപ്പൻ. നല്ല കളേഴ്സൊക്കെ ആട്ടോ, നല്ലത്. ഇത് ലൈലാക്കിൻ്റെ ഡാർക്ക് അല്ലേ? ഇപ്പോൾ ഈ കളർ ഒരു ട്രെൻഡാട്ടോ. ഇത് ഈ മൊഡാലിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്, 2 വശവും ബോർഡർ, ബ്ലൗസ് പീസും. ഏത്? ഈ ബോർഡറിൻ്റെ ഡിസൈനാണ് ബ്ലൗസ് പീസ്. എത്ര? 550 രൂപ കേട്ടോ. ഈ കളേഴ്സ് കാണിച്ചാൽ പോരെ. 550. നല്ല സാരിയാണ്. ഇപ്പോൾ കുറേ കാലമായി നമ്മൾ കുറഞ്ഞത് കൊണ്ടുവരാറേ ഇല്ല. ഇത് കുറഞ്ഞതാണെങ്കിലും കണ്ട ഒരു ഉടുക്കാനും ഒക്കെ സുഖം ഒക്കെ. 550. പിന്നെ ബോർഡർ നടുക്ക് പ്ലെയിനും അരികത്ത് ബോർഡർ ഒരു രസം തോന്നണല്ലേ. ഉടുക്കുമ്പോഴും രസമാട്ടോ. പണ്ടപ്പടി ഇതല്ലായിരുന്ന ഫാഷൻ. 550. അപ്പോൾ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്കീമിൽ കൂടുക. മിനിമം 1000, 11 മാസമുണ്ട്. ഇപ്പോൾ ഈ മാസം 1000 ഉള്ളെങ്കിൽ 1000 ഇടാം. അടുത്ത മാസം 10,000 രൂപ കയ്യിൽ കിട്ടിയാൽ 10,000 ഇടാം. പിന്നത്തെ മാസം 5000 ഇടണമെങ്കിൽ 5000 ഇടാം. പിന്നത്തെ മാസം 1000 ഉള്ളെങ്കിൽ 1000 ഇടാം. 11 മാസം പൈസ ഇടണമെന്നുള്ളൂ. രേവതി ഗോൾഡ് സ്കീമിൽ കൂടുക. അപ്പോൾ നമുക്ക് സ്വർണം നിങ്ങൾ പൈസ ഇടുന്നതനുസരിച്ച് നമ്മൾ ആ അന്നത്തെ ദിവസം 1000 രൂപയ്ക്ക് എന്തോ ഒരു സ്വർണം കിട്ടും. അത്രയും മില്ലിഗ്രാമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് സേവ് ചെയ്ത് വയ്ക്കും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റോടു കൂടിയാണ് അതിൻ്റെ. നിങ്ങളിതിൽ ചോദിച്ചാൽ മതി, എൻക്വയറി കോണ്ടാക്ട് ചെയ്യുക. നല്ലതാണ് നിങ്ങൾക്ക് കൂടിയാൽ. ഞാൻ നമ്മുടെ കട തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവസാനം സ്വർണം മേടിച്ച സ്കീമിൽ കൂടിയ കുറേ കാലം വില കുറയാൻ നോക്കിയിരിക്കുമായിരുന്നു. അവസാനം സ്കീമിൽ പിള്ളേർ വന്നിങ്ങനെ നമ്മളെങ്ങനെ കയറ്റുമല്ലോ, ഇങ്ങനെ കൂടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിർബന്ധിച്ച് കൂടിയപ്പോൾ കൂടിയതാണ്. അപ്പോൾ നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഷൈൻ സ്കീം ആ സ്കീമിൽ ചേരുക. അപ്പോൾ യേശുബ്രാൻ നിങ്ങളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.